നിയമസഭയിൽ പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ. നമസ്കാരമുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ, ഈ സത്യസന്ധതയ്ക്ക് ഒരു വിലയും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ തോന്നുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ 102 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നതാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എറണാകുളത്തുണ്ടായ ഒരു സംഭവം നമുക്കറിയാം. ഒരു പോലീസ് അട്രോസിറ്റി, ഒരു സ്വകാര്യ വ്യക്തി കേസ് കൊടുത്തതനുസരിച്ചിട്ട് ഒരു 5-8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതാദ്യം ഒന്ന് നിങ്ങൾ കേട്ടു നോക്കണം കേട്ടോ. എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെയും അവിടുത്തെ MLA-യെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കും. അവർക്ക് ഭൂമി കൊടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ പ്ലീസ് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറ് നിയമസഭയിൽ പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടില്ലേ? വളരെ അനുകമ്പാപൂർണമായി സർക്കാർ അവരോട് എടുക്കുന്ന നിലപാടിനെ പറ്റിയാണ് പറഞ്ഞത്. അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ അനാഥരാക്കില്ലെന്നും അവരെ പുനരധിവസിപ്പിക്കുമെന്നും വേറെ സ്ഥലത്ത് വേറെ വീട് വെച്ച് കൊടുത്ത് താമസിപ്പിക്കുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അത് അവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന 8 കുടുംബങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. ഒരിക്കൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആ കുടുംബങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയത് അവർ തലമുറകളായി അവിടെ താമസിക്കുന്നവരാണെന്നും ആ മണ്ണിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ലെന്നുമാണ് അവർ പറഞ്ഞത്. നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് അവർ ഈ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം അവിടെ എറണാകുളം ജില്ലയിലെ ബന്ധപ്പെട്ട മന്ത്രിയൊക്കെ ആയിട്ട് സംസാരിച്ച് ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു എന്നാണ്. അതാണ് നമ്മൾ ഈ രാഷ്ട്രീയ സത്യസന്ധതയെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ പറയാൻ കാരണം. എന്നാൽ അവിടുത്തെ താമസിക്കുന്ന ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. 20-ാം തീയതി ഒഴിപ്പിക്കൽ വിഷയം കഴിഞ്ഞ് 22-ാം തീയതി ഒരു കളക്ടറേറ്റിൽ ചർച്ച നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് അവിടെ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഇവിടെ ഇത്ര വർഷമായിട്ട് താമസിക്കുന്നതാണ്. ഈ പറയുന്ന ഈ സ്ഥലം 19 ഏക്കർ ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്, അതൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളിവിടുന്ന് പോവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. വേറെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സഭയെ പറഞ്ഞു നമുക്ക് വീട് സ്ഥലം വേറെ തരാം, അവർ നമ്മൾ സമ്മതിച്ചെന്നൊക്കെ പറയും. ഞങ്ങളായിട്ട് ഇതുപോലെ ചർച്ച ചെയ്യാതെ പിന്നെ എങ്ങനെ സമ്മതിച്ചത് നമുക്കറിയില്ല. ഇപ്പോൾ കേട്ടത് അവിടെ താമസിക്കുന്ന മനുഷ്യർ സംസാരിക്കുന്നതാണ്. അവർ അവിടെ നിന്ന് ഒരിക്കലും ഇറങ്ങിക്കൊടുക്കുക എന്നൊന്നും ആ ചർച്ചയിൽ സമ്മതിച്ചിട്ടില്ലത്രേ. പക്ഷേ നമ്മളെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പറയുന്നത് ആ ചർച്ചയിൽ അവർ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന്. ഇതാണ് നമ്മൾ പറയുന്നത് ഈ രാഷ്ട്രീയ സത്യസന്ധത എന്നതൊന്നും നമുക്ക് വേണ്ടേ. ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് നീതി പുലർത്തേണ്ടേ, ആ പറയുന്നത് സത്യമായിരിക്കണ്ടേ. ഇതിനു മുമ്പ് നമ്മുടെ ഇതേ മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പിനും അതിന് തൊട്ട് മുമ്പുമൊക്കെ ഇതുപോലെ ഒരുപാട് അസത്യമായ കാര്യങ്ങൾ പറഞ്ഞതായി നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മളിതിന് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും വേദനാജനകമായ കാര്യം വയനാട്ടിലെ ദുരന്ത ബാധിതരായ മനുഷ്യർക്ക് 100 വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ വീട് പണി അവിടെ ആരംഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കുക എന്ന് പറഞ്ഞ ഇതേ VD സതീശൻ അന്ന് മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എന്താ അവിടുത്തെ സ്ഥിതി എന്ന് നമുക്കറിയാലോ. ഒരു കല്ലെങ്കിലും ഇതുവരെ അവിടെ ഉയർന്നതായി, ഒരു വീടെങ്കിലും പണി തീർന്നതായിട്ട് നമുക്കറിയില്ല. അതിനുള്ള പണമില്ല എന്നാണ് ആ പാർട്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭരണം അധികാരത്തിലുണ്ടെങ്കിൽ പണം കുത്തിയൊഴുകും എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് പണി ഏതാണ്ട് ഒരു 5-6 മാസമോ അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ കൊണ്ട് ഒരു പക്ഷേ ആ വീടുകളൊക്കെ പണി തീരുമായിരിക്കാം. അതെന്തുമാകട്ടെ, ഈ രാഷ്ട്രീയ സത്യസന്ധത നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്നാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും അതിനു മുമ്പും ഈ പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി, BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുണ്ടുടുത്ത മോദിയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനായിട്ടും അത് പ്രചരിപ്പിക്കാനായിട്ടും പ്രത്യേകിച്ച് UDFും മുസ്ലിം ലീഗും ഒക്കെ വളരെ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ഒരു ന്യൂനപക്ഷ വിരോധം അദ്ദേഹത്തിനെതിരെ തിരിച്ചുവിടാനായിട്ട് ഒരു ബോധപൂർവം ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ UDF പാളയത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടെ ആയിരുന്നു. അതിനവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ വർഗീയ
വർഗീയ വിഷം ഇടയ്ക്കിടയ്ക്ക് തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. ഈ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഈ വെള്ളാപ്പള്ളി നടത്തിയ ചില വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പ്രത്യേകിച്ചൊന്നും CPM പിണറായി ഒന്നും പ്രതികരിക്കാതിരുന്നതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അവർ ഈ നടത്തിയ ഈ പിണറായിയോടുള്ള ഈ BJP ചാരനാണെന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണം UDFകാർ നടത്തിയത്. അങ്ങനെ പിണറായിയെ ചാപ്പ കുത്തിയ ഇവർ വലിയ തോതിലെ ഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിലെത്തിയപ്പോൾ അവരെന്താണ് ഈ വെള്ളാപ്പള്ളിയോട് കാണിച്ചെടുത്ത നിലപാടെന്നും കൂടെ നമുക്കൊന്ന് അറിയണ്ടേ? കണ്ടു നോക്കൂ ആരാ ഈ വരവെന്ന് നോക്കൂ, ആരുടെ വരവാന്ന് നോക്കൂ, എവിടേക്കാണ് വരണമെന്ന് നോക്കൂ. നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയെ കാണാനാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്, ഈ നടേശനുമായി വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ മതേതരത്തിന് വലിയ പോറലേൽപ്പിക്കുന്നൊക്കെ പറഞ്ഞ് പിണറായിയെ ക്രൂശിച്ചവർ ഇപ്പം അങ്ങോട്ട് ചെന്ന് ബൊക്കെ കൊടുക്കുന്നു, മാല സ്വീകരിക്കുന്നു, ഗംഭീരമായിട്ടുണ്ട്. അപ്പം ലീഗിനെ ചതിച്ചോ എന്നാണ് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത്. ഒരാൾ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നു വെള്ളാപ്പള്ളിയുടെ, ഇത് അടുത്ത മകൻ തന്നെ തുഷാർ പോയിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു. അപ്പോൾ വോട്ടെടുപ്പിന് മുമ്പ് വോട്ട് കിട്ടാൻ വേണ്ടി എന്തും പറയാം, എന്തും കാണിക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ നേരെ തിരിച്ചായിപ്പോയി. പണ്ട് പിണറായി എന്താണോ കാണിച്ചിരുന്നത് അതിൽ കൂടുതലായിപ്പോയി. ഒരാൾ പോയിട്ട് മന്ത്രി കൂടെയാണ് അവിടെ ചെന്നിട്ട് ഈ നടേശൻ മുതലാളിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന നിലവരെത്തി. മറ്റേ ആൾ മകനെ പോയി കണ്ട് ഈ ഷാള് വാങ്ങിക്കുന്നു, ബൊക്കെ വാങ്ങിക്കുന്നു. എന്തൊരവസ്ഥയാണ്! മുഖ്യമന്ത്രി പിന്നെ അങ്ങോട്ട് പോയില്ല എന്ന് കരുതാം, പക്ഷെ മുഖ്യമന്ത്രിയെ പോയിട്ട് അങ്ങോട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് പോയി എന്ന് പറയുന്നു. എന്നാൽ പോലും അതിലൊരു രാഷ്ട്രീയ മര്യാദ, തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ തങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ അതേപടി വിഴുങ്ങി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ലെന്നും രാഷ്ട്രീയ സത്യസന്ധതയ്ക്ക് ഒരു കാര്യമില്ലെന്നും ഇപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ എങ്ങനെയാണ് ലീഗുകാരും ന്യൂനപക്ഷക്കാരും ഒക്കെ മനസ്സിലാക്കുക എന്ന് നമുക്കറിയില്ല. അവരായിരുന്നു ഏറ്റവും ഹാലിളകി ഈ പിണറായി വിജയനെ ഈ പേര് പറഞ്ഞ് താഴെ ഇറക്കാൻ വേണ്ടി നടന്നിരുന്നവർ. അവർക്കെന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അവരുടെ രാഷ്ട്രീയ സത്യസന്ധത എന്താണെന്ന് അവരുടെ അണികളോടെങ്കിലും പറയാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട് എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രതികരിക്കാനുണ്ടാവും. അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നേതാക്കളുടെ സത്യസന്ധത ഇത്തരത്തിലുള്ളതാണെങ്കിൽ അണികളും ഒട്ടും മോശമല്ല കേട്ടോ. ഈ നേതാക്കളൊക്കെ തട്ടിവിട്ടിരുന്ന പെരുന്നുണകൾ 10 മടങ്ങായി പ്രചരിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് അവരെ ഏറ്റെടുത്തിരുന്ന ഇലക്ഷന് മുമ്പ്. അത് വിജയം കാണുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, അധികാരമൊക്കെ കിട്ടി, ഇനിയും വിടാൻ പാവില്ല എന്നുള്ളതാണ് ഈ കാണുന്ന കാഴ്ചകൾ. അതിതാണ്, വേറൊന്നുമല്ല. ഈ KSRTCയിൽ ആദ്യമായി 10 വർഷത്തിന് ശേഷം 1-ാം തീയതി ശമ്പളം കൊടുത്തു അത്രേ. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുക? കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ KSRTCക്കാർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടിയിരുന്നില്ല എന്നല്ലേ? ആദ്യമായിട്ട് ഈ UDF വന്നു കഴിഞ്ഞപ്പോൾ 1-ാം തീയതി തന്നെ അവർക്ക് ശമ്പളം കൊടുത്തു എന്നല്ലേ? അപ്പോൾ നമുക്ക് അവരെ അഭിനന്ദിക്കാൻ തോന്നുമല്ലോ. വലിയ കാര്യമാണ്, അതാണ് ഇടതുപക്ഷം ചെയ്യാത്തത്, UDF ചെയ്തു എന്നല്ലേ? സത്യം ഇതൊന്നുമല്ല കേട്ടോ. കുറേ കാലം ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ 2025 തന്നെ ഗണേശൻ മന്ത്രിയായി വന്നപ്പോൾ ഏപ്രിൽ മുതൽ തന്നെ 1-ാം തീയതി കൃത്യമായി ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് കൃത്യമായി ശമ്പളം KSRTCയിലെ ജീവനക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഇതിപ്പോൾ അവർക്ക് മാത്രമല്ലേ ആ സത്യം അറിയുള്ളൂ, നാട്ടുകാർക്ക് ഇതൊന്നും അന്വേഷിച്ച് നടക്കില്ലല്ലോ. അപ്പോൾ വെച്ച് വിടുകയാണ്, തട്ടി വിടുകയാണെന്നോണം, അതങ്ങ് വിശ്വസിച്ച് പോകും. ഈ രീതിയിലാണ് രാഷ്ട്രീയത്തിൽ അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതുകൂടെ നിങ്ങളുടെ മുന്നിൽ വെച്ചത് കേട്ടോ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.